ഡിയർ ടീം, ഇന്ന് നമ്മൾ CSC ടെലിലോ എന്ന സർവീസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണ് ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്തേക്കുന്നത്. CSC ടെലിലോ സർവീസ് നിങ്ങൾക്കറിയാം, നിയമ ഉപദേശം പൊതുജനങ്ങൾക്ക് സൗജന്യമായിട്ട് എത്തിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു സേവനമാണ്. ഈ സംവിധാനത്തിലൂടെ നമുക്ക് ആരെയൊക്കെ രജിസ്റ്റർ ചെയ്യാം, ആർക്കൊക്കെയാണ് എലിജിബിലിറ്റി ഉള്ളതെന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. നിലവിൽ നമുക്ക് എല്ലാ പൊതുജനങ്ങൾക്കും ഈ സേവനത്തിന് അർഹരാണ്. എന്നാലും നമുക്കതിൽ സ്ത്രീകൾ, കുട്ടികൾ, അതുപോലെ SC/ST കമ്മ്യൂണിറ്റിയിലുള്ളവർ, ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ്, അതുപോലെ ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള ആൾക്കാർ, പിന്നെ ഓൾറെഡി എന്തെങ്കിലും കേസിൽ പ്രതിയായിട്ട് നിൽക്കുന്നവർ, ഇവരെയൊക്കെ നമുക്ക് സൗജന്യമായിട്ട് നമുക്ക് ഈ സേവനം ലഭ്യമാക്കാവുന്നതാണ്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, രജിസ്ട്രേഷൻ സമയത്ത് അവരുടെ അടുത്ത് പറയാം, ഇത് നമ്മൾ കേസ് നടത്തി കൊടുക്കാനോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി കേസ് രജിസ്റ്റർ അങ്ങനെ ഒന്നും അല്ല. നമുക്ക് എന്താണോ അവരുടെ സംശയം, ആ സംശയം അവർക്ക് ഇപ്പം നിലവിലെ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഒരു അഡ്വക്കേറ്റിനെ കണ്ട് അവരുടെ ഒരു സംശയം, എന്ത് സംശയം ആയിക്കോട്ടെ, ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പം നമ്മുടെ അതിർത്തിയിൽ ഒരു മരത്തിനെക്കുറിച്ച് തർക്കം നടക്കുന്നു. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാം? ആ മരം ഇപ്പോൾ മുറിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമുക്ക് അപകടാവസ്ഥയിൽ നിൽക്കുന്ന ഒരു മരത്തിനെതിരെ നമുക്ക് അവരുടെ കൂടെ വഴക്കുണ്ടാക്കുന്നതിന് പകരം നമുക്കതിന് എന്ത് നിയമ നടപടി സ്വീകരിക്കാൻ സാധിക്കും എന്നുള്ള സംശയം നമുക്കൊരു അഡ്വക്കേറ്റിൻ്റെ അടുത്ത് ചോദിക്കണമെങ്കിൽ നിങ്ങൾക്കറിയാം, നിലവിൽ 500 1000 ഒക്കെ നമുക്കൊരു ഫീസ് ജസ്റ്റ് കൺസൾട്ട് ചെയ്യണമെങ്കിൽ കൊടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ഇതിലാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു സ്ത്രീയാണ് രജിസ്റ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് തികച്ചും സൗജന്യമായിട്ട് ഒരു അഡ്വക്കേറ്റിൻ്റെ അടുത്ത് അവരുടെ സംശയം ചോദിക്കാനും ആ സംശയം ദൂരീകരിക്കാൻ വേണ്ടി അതിന് മേൽ എന്തൊക്കെ നമുക്ക് ചെയ്യാം, ഏത് രീതിയിൽ നമുക്ക് കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യാം എന്നുള്ള എല്ലാ തരം ഉപദേശവും നമുക്ക് നമ്മുടെ CSC പാനലിലുള്ള അഡ്വക്കേറ്റ്സ് നമുക്ക് ഓവർ ദ കോൾ നമുക്ക് പറഞ്ഞു തരും, അതും തികച്ചും സൗജന്യമായിട്ട്. ഇതിൽ നമുക്ക് ഡെസ്ക്ടോപ്പ് ഉപയോഗിച്ചും അതുപോലെ തന്നെ ടെലിയിലൂടെ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചും നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പം ഇത് നമുക്ക് VLEകൾക്ക് എങ്ങനെയാണ് ഒരു വരുമാന മാർഗമായിട്ട് പൊതുജനങ്ങൾക്കും ഒരു സേവനമായിട്ട് കൊടുക്കാൻ പറ്റുന്നതെന്നുള്ളത് ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്റ്റീവ്. അതായത് ഈ നേരത്തെ പറഞ്ഞ കാറ്റഗറിയിലുള്ളവർക്കെല്ലാം നമുക്കിത് സൗജന്യമായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു സേവനമാണ്. എന്നാൽ നമുക്ക് ഒരു രജിസ്ട്രേഷന് 60 രൂപ വീതം നമുക്ക് നമ്മുടെ വാലറ്റിൽ ക്രെഡിറ്റ് ആവും. സോ അത് ശ്രദ്ധിക്കുക. ഒരു മാസം മാക്സിമം നമുക്ക് ഒരു VLEക്ക് 50 രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഒരു മാസം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, സൗജന്യമായിട്ട് നിങ്ങൾ 50 രജിസ്ട്രേഷൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്നും, ഈ ഒരു സേവനത്തിൽ നിന്നും മാത്രം നിങ്ങൾക്ക് 3000 രൂപ കമ്മീഷൻ ഏൺ ചെയ്യാൻ സാധിക്കും. അതേസമയം പൊതുജനങ്ങൾക്ക് നിങ്ങളൊരു വലിയൊരു സേവനമായിരിക്കും കൊടുക്കുന്നത്. അത് ആൾക്കാർക്കൊരു വിശ്വാസവും കാര്യങ്ങളും വരുമ്പം സ്വാഭാവികമായിട്ടും മറ്റ് സർവീസിനും നിങ്ങൾക്ക് ആൾക്കാരെ കൂടുതൽ നമ്മുടെ സെൻറ്റേഴ്സിൽ കൊണ്ടുവരാൻ സാധിക്കും. സോ ഈ പറഞ്ഞ സേവനം നമ്മൾ അതിൻ്റെ എല്ലാ വശങ്ങളും നന്നായിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്, അതിൻ്റെ രജിസ്ട്രേഷൻ പ്രോസസ്സും കാര്യങ്ങളും എല്ലാം. അപ്പോൾ അത് നിങ്ങളെല്ലാവരും നോക്കി മനസ്സിലാക്കി അതിൻ്റെ രജിസ്ട്രേഷൻ എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ നമ്മളിതിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഡെസ്ക്ടോപ്പിലാണ് രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്വക്കേറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല, അവരുടെ പേരോ കാര്യങ്ങളോ. അതേസമയം മൊബൈൽ ആപ്ലിക്കേഷനിലാണെങ്കിൽ ഏത് അഡ്വക്കേറ്റിൻ്റെ പേരുൾപ്പെടെ നമുക്ക് വിസിബിൾ ആയിരിക്കും. പിന്നെ ഡെസ്ക്ടോപ്പിലുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിസ്ക്രിപ്ഷൻ, നമ്മൾ എന്ത് തരം സംശയമാണ് ചോദിക്കുന്നതിനുള്ള ഡിസ്ക്രിപ്ഷൻ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുക്കാൻ സാധിക്കും. അതേസമയം മൊബൈൽ ആപ്ലിക്കേഷനിലാണെങ്കിൽ 2 വരിയിൽ നമുക്ക് ചുരുക്കി എഴുതേണ്ടി വരും. സോ ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ രജിസ്ട്രേഷൻ പ്രോസസ്സ് നമുക്ക് നോക്കാം. ആദ്യം ഡെസ്ക്ടോപ്പിലുള്ള ഡീറ്റെയിൽസ് പറഞ്ഞു തരാം. അത് ആദ്യം നമ്മൾ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തതിന് ശേഷം നമ്മൾ ID-യും പാസ്വേഡും കൊടുത്ത് ഹോം പേജിൽ വരുമ്പോൾ അതിൽ സെർച്ച് ബാറിൽ നമ്മൾ ടെലിലോ എന്നുള്ള സർവീസ് സെർച്ച് ചെയ്യുക. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജസ്റ്റിസിൻ്റെ ഐക്കൺ വരും, അതിൽ ക്ലിക്ക് ചെയ്യുക. സോ നമ്മൾ അടുത്ത പോകുന്നത് ലോഗിൻ എന്നുള്ള ഓപ്ഷനാണ്. അതിൽ കാണാം ലോഗിൻ, അതിൽ VLE ലോഗിൻ സെലക്ട് ചെയ്യുക. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിലവിൽ ഇതുവരെയും ബെനിഫിഷ്യറി ആഡ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ VLE അവരവരുടെ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്ത് അത് സക്സസ് ആയാൽ മാത്രമേ നമ്മൾ മൊബൈൽ ആപ്ലിക്കേഷനിൽ ബെനിഫിഷ്യറീസിനെ ആഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. സോ അതിൽ കണക്റ്റ് കൊടുക്കുക. എഡിറ്റ് പ്രൊഫൈൽ എന്നുള്ള ഓപ്ഷനിൽ VLEയുടെ പേര്, ഡിസ്ട്രിക്റ്റ്, വില്ലേജ് കാര്യങ്ങളെല്ലാം കൊടുത്തു കഴിയുമ്പോൾ ഒരു പ്രൊഫൈൽ ഫോട്ടോയും കൂടെ അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്തിട്ട് സബ്മിറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് കാണാം യൂസർ ഹാസ് ബീൻ അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി. ഇനിയായിരിക്കും നമുക്ക് ബെനിഫിഷ്യറീസിനെ ആഡ് ചെയ്യാൻ സാധിക്കുന്നത്. സോ അത് നിർബന്ധമായിട്ടും പ്രൊഫൈൽ അപ്ഡേറ്റ് ആയാൽ മാത്രമേ നമുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ബെനിഫിഷ്യറി ലോഗ് ചെയ്യാവുന്നുള്ളത് പ്രത്യേകം ഓർമ്മിക്കുക. സോ ഇനി നമുക്ക് ബെനിഫിഷ്യറി ആഡ് ചെയ്യണമെന്ന് കാണാം. ആദ്യം നമ്മൾ ആഡ് ബെനിഫിഷ്യറി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് നമ്മുടെ കസ്റ്റമറിൻ്റെ മൊബൈൽ നമ്പർ കൊടുക്കുക. അതിൽ OTP വരും. ശ്രദ്ധിക്കുക, OTP ബൈ കോൾ ആയിരിക്കും വരുന്നത്, അതും ടോൾ ഫ്രീ നമ്പർ ആയിരിക്കും. ആ ടോൾ ഫ്രീ നമ്പറിൽ അവരുടെ അടുത്ത് എടുക്കാൻ പറയുക. അതിൽ OTP അവർ വെർബലി പറയുകയായിരിക്കും ചെയ്യുന്നത്. അത് നമ്മൾ ഇതിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക.
OTP നമ്മൾ സക്സസ് ആയിട്ട് എൻ്റർ ചെയ്തതിന് ശേഷം നമുക്ക് ബെനിഫിഷ്യറി ഡീറ്റെയിൽസ് ആദ്യം കൊടുത്ത് രജിസ്റ്റർ ചെയ്യുക. അവരുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുന്നത് ഓപ്ഷണലാണ്, നിർബന്ധമില്ല. നമുക്ക് നോ കൊടുത്ത് സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡാഷ്ബോർഡിൽ പോവാം. ഡാഷ്ബോർഡിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാം എത്ര ബെനിഫിഷ്യറീസിനെ നമ്മൾ നിലവിൽ ആഡ് ചെയ്തിട്ടുണ്ടെന്ന്. ഇനി നമുക്ക് ബെനിഫിഷ്യറിക്ക് എങ്ങനെ കേസ് രജിസ്റ്റർ ചെയ്യാം എന്നുള്ളത് നോക്കാം. അതിൽ ബെനിഫിഷ്യറി ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. സോ നമുക്ക് അതിൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത ബെനിഫിഷ്യറീസിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കും. അവിടെ ആഡ് കേസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആഡ് കേസ് എന്നുള്ളത് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഇവർക്ക് ഏതാണ് അഡ്വക്കേറ്റ്സ്, പാനൽ ഓഫ് ലോയേഴ്സിൻ്റെ ഡീറ്റെയിൽസ് കാണാം. അതിൽ ഏത് ലോയർ ആണെന്നുള്ളത് സെലക്ട് ചെയ്യുക. അപ്പോൾ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാം അവൻ്റെ ഡേറ്റ് കൊടുക്കാൻ പറ്റും. പിന്നെ ഡിസ്ക്രിപ്ഷൻ, നമ്മളെ കേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, നമ്മളെ സംശയം അവിടെ എൻ്റർ ചെയ്യുക. എന്നിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് നമുക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നമുക്ക് തരുന്ന ഉപദേശത്തിന് കുറച്ചും കൂടി ഈസി ആയിരിക്കും. അവർക്ക് അതിൻ്റെ റീസൺസ് നമുക്ക് പറഞ്ഞു തരാൻ എളുപ്പമായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്യാം. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം ഡാഷ്ബോർഡിൽ വന്നു കഴിഞ്ഞാൽ ഒരു കേസ് പെൻഡിങ് ആണ്. അപ്പം നമ്മൾ അതിൽ ഡേറ്റും ടൈമും സെലക്ട് ചെയ്യാൻ ഓപ്ഷനുണ്ട്, സ്ലോട്ട് സെലക്ഷൻ ഓപ്ഷനുണ്ട്. ആ സ്ലോട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അഡ്വക്കേറ്റ് ആ ടൈമിൽ വിളിക്കും എന്നുള്ള സ്ലോട്ടാണ്. സോ അത് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ കേസ് പെൻഡിങ്. ആ സമയത്ത് കറക്റ്റായിട്ട് കസ്റ്റമറിൻ്റെ മൊബൈലിൽ പാനൽ അഡ്വക്കേറ്റ് വിളിച്ച് അവർക്ക് വേണ്ട എന്താണോ അവർ ചോദിച്ചിരിക്കുന്നത് അതിനുള്ള ഉപദേശം കസ്റ്റമറിന് കൊടുക്കും. ഇനി നമുക്ക് ഇതേ ടെലിയിലോ ആപ്ലിക്കേഷൻ നമുക്ക് പുറത്ത് എവിടെയെങ്കിലും ക്യാമ്പ് മോഡലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംഘടിപ്പിക്കണോ, ഏതെങ്കിലും ലേബേഴ്സിൻ്റെ അടുത്ത് സംഘടിപ്പിക്കണോ എന്നുണ്ടെങ്കിൽ നമുക്കത് എങ്ങനെ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ചെയ്യാമെന്നുള്ളത് നോക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കയറുക. അവിടെ ടെലിലോ ഫോർ സിറ്റിസൺസ് എന്നുള്ള ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തിട്ട് VLE ലോഗിൻ സെലക്ട് ചെയ്യുക. സെയിം തന്നെയാണ് ഡെസ്ക്ടോപ്പിൽ ചെയ്ത പോലെ തന്നെയാണ് നമ്മൾ ഫോർഗെറ്റ് പാസ്വേഡ് കൊടുക്കുക. ഇവിടെ ഫോർഗെറ്റ് പാസ്വേഡ് കൊടുത്ത് OTP കോളായിട്ടായിരിക്കും വരുന്നത്. ആ കോളിൽ നമ്മളത് കോൾ എടുക്കുക, മെസ്സേജ് ആയിട്ടല്ല വരുന്നത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതെടുത്ത് OTP കൊടുത്ത് പുതിയ പാസ്വേഡ് സെറ്റ് ചെയ്തതിന് ശേഷം CSC IDയും പുതിയതായിട്ട് സെറ്റ് ചെയ്ത പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുക. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ CSCയിൽ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ തന്നെ കൊടുക്കുക. ഓക്കെ, അത് കൊടുത്തതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് ബെനിഫിഷ്യറി ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ആഡ് ആപ്ലിക്കൻ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. VLEയുടെ മൊബൈലിൽ നമ്പർ ചോദിക്കുക. OTP അവരുടെ മൊബൈലിൽ കോളായിട്ട് വരും, അത് എൻ്റർ ചെയ്യുക. അതിനുശേഷം അവരുടെ ബെനിഫിഷ്യറി ഡീറ്റെയിൽസ് നേരത്തെ പറഞ്ഞ പോലെ അവരുടെ ഡീറ്റെയിൽസ് ഫുൾ ആഡ് ചെയ്യുക. എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാനുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നോ കൊടുത്ത് തന്നെ പോവുക, അത് നിർബന്ധമില്ല. അപ്പം ബെനിഫിഷ്യറി ആഡ് ആയി കഴിഞ്ഞാൽ ബെനിഫിഷ്യറി ലിസ്റ്റിൻ്റെ അകത്ത് ആ ബെനിഫിഷ്യറി ഏതാണെന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം അഡ്വക്കേറ്റ്സിൻ്റെ പാനൽ നമുക്ക് കാണാം. അതിൽ നമുക്ക് ആവശ്യമുള്ള അഡ്വക്കേറ്റ് ആരാണോ അവരുടെ സെലക്ട് ചെയ്യുക, അവരുടെ ടൈം സ്ലോട്ട് സെലക്ട് ചെയ്യുക. ആ ഡേറ്റും ടൈമിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് കേസ് നമ്മളെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. അതിനുശേഷം നമുക്ക് കാണാം അത് നമുക്ക് അവിടെ കേസ് രജിസ്റ്റർ ആയി കഴിഞ്ഞു. ഇത് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അഭിഭാഷകൻ നമ്മുടെ തന്നെ മലയാളം ലാംഗ്വേജിലായിരിക്കും ഇവർക്ക് ഉപദേശം കൊടുക്കുന്നത്. കസ്റ്റമറിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഉപയോഗപ്രദമാണ്. അതുകൊണ്ട് ഈ സേവനം നമ്മുടെ CSCയുടെ ഒരു മെയിൻ ഇതാണ്. നമുക്ക് പബ്ലിക്കിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ സഹായിക്കാൻ സാധിക്കുന്ന ഏറ്റവും നല്ലൊരു സർവീസാണ് ഇത്. നമുക്കൊരു അക്സെപ്റ്റൻസും അതുപോലെ തന്നെ ആൾക്കാരിലെ വിശ്വാസത്തെയും ഊട്ടിയുറപ്പിക്കാൻ പറ്റുന്നൊരു സേവനമാണ്. അതുകൊണ്ട് എല്ലാവരും എല്ലാ മാസവും മിനിമം 50 രജിസ്ട്രേഷൻ തന്നെ ടാർഗറ്റ് ചെയ്ത് ചെയ്യുക. നിങ്ങൾക്കതൊരു ഇൻകം ആവും. അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ അവിടുത്തെ കറണ്ട് ബില്ല് പോലെയുള്ള കാര്യങ്ങൾ ഈ ഒരു സേവനത്തിൽ കൂടെ മാത്രം നിങ്ങൾക്ക് അടച്ചു പോകാൻ സാധിക്കും. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസോ അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതാത് ഡിസ്ട്രിക്ട് മാനേജേഴ്സിനെ കോൺടാക്ട് ചെയ്യുക. സോ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.